അപ്പോൾ DS OTT റിലീസ് ആയിട്ടുണ്ടായിരുന്നല്ലോ. നമ്മൾ ഓൾറെഡി അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ ഡൗട്ട്സ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും ക്ലൈമാക്സിൽ ആരാണ് വരുന്നത്? അത് കനിയല്ല ടെസയാണെന്ന് കുറേ പേര് പറയുന്നുണ്ടായിരുന്നു. കനി എങ്ങനെയാണ് മരിച്ചത്? അങ്ങനെ കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ OTT വന്നതുകൊണ്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നേരെ പോയേക്കാം. അപ്പോൾ ക്ലൈമാക്സിൽ ആരാണ് വരുന്നത്? അവസാനം റോഹൻ എന്നൊരു ശബ്ദം ആരുടെയാണ്? അത് കനി തന്നെയാണ്, ഒരു ഡൗട്ടും വേണ്ട. കുറേ പേര് വന്നത് ടെസയാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ വരാൻ ഒരു ചാൻസും ഞാൻ കാണുന്നില്ല. അതെങ്ങനെയാണ് പോസിബിൾ ആകുന്നത്? ഫിലിപ്പിന്റെ ആത്മാവ് ആകാം എന്നും കുറേ പേര് പറയുന്നുണ്ടായിരുന്നു. ഫിലിപ്പും അല്ല. കാരണം നമ്മൾ കേൾക്കുന്ന ആ ഒരു വോയിസ് ലേഡിയുടെ തന്നെയാണ്. പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ആദ്യം പ്രണവിന്റെ ക്യാരക്ടർ കനിയുടെ വീട്ടിൽ ചെന്ന് എടുക്കുന്ന ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ, ആ ഒരു ക്ലിപ്പ് തന്നെയല്ലേ അവസാനത്തെ സീനിലായിട്ട് ആ ഒരു ബെഡിൽ പ്രണവിന്റെ ക്യാരക്ടർ കാണുന്നത്. അപ്പോൾ അവസാനം വന്നത് കനി തന്നെ ആയിരിക്കുമല്ലോ, അല്ലാതെ ടെസ ആവുന്നത് എങ്ങനെയാണ്? പിന്നെ വേറൊരു ഡൗട്ടായിട്ട് മിക്കവരും പറയുന്നത് കനി ശരിക്കും സൂയിസൈഡ് ചെയ്ത് തന്നെയാണോ? ചിലപ്പോൾ ഷൈൻ്റെ അമ്മ കൊന്നതും ആകാല എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ആകാൻ ചാൻസ് ഒന്നുമില്ല. കനി സൂയിസൈഡ് ചെയ്തത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കനി സന്തോഷത്തോടെ ഇരിക്കുന്നത് തന്നെയാണ് ഷൈൻ്റെ ആത്മാവിന് ഇഷ്ടമുള്ളത്. അതുകൊണ്ട് തന്നെ അവളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ആരെ കൊണ്ടും ചെയ്യിക്കില്ല. അത് സ്വന്തം അമ്മയായാലും. കനിയുടെ അനിയന്റെ കാര്യം ഓർമ്മയില്ലേ? കനിയുടെ അനിയനെ അപകടപ്പെടുത്തിയത് പോലും കനിയെക്കുറിച്ച് അവൻ അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ കനിയെ കൊല്ലാൻ ഷൈൻ്റെ ആത്മാവ് ആഗ്രഹിക്കില്ല. പിന്നെ എന്തിനാണ് കനി ആത്മഹത്യ ചെയ്തത്? അതൊരു പോയിന്റാണ്. കനി ഭയങ്കരമായിട്ടുള്ള ഡിപ്രഷനിലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. റോഹൻ സെക്സിന് വേണ്ടി മാത്രമാണ് കനിയെ പ്രേമിച്ചതെന്ന് അറിഞ്ഞപ്പോൾ ആ ഒരു മൊമെന്റിൽ എപ്പോഴെങ്കിലും എടുത്ത തീരുമാനമായിരിക്കും ഇത്. ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് എളുപ്പമെന്ന് പോകുന്ന ഒരു കാര്യമൊന്നും അല്ല. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. കനിയെ ആരും കൊല്ലാൻ അങ്ങനെ സാധ്യയില്ലെന്ന് തന്നെയാണ്. കനി ആത്മഹത്യ ചെയ്ത് തന്നെയാണ്. പിന്നെ നമ്മുടെ പോറ്റി ഒരു സീനിലായിട്ട് ഉപ്പ് വാരി ദേഹത്തൊക്കെ ഇടുന്നത് കാണിക്കുന്നുണ്ട്. അതെന്തിനായിരിക്കും അങ്ങനെ കാണിക്കുന്നത്, ഈ ഉപ്പൊക്കെ വാരി ഇടുന്നത്? ഈ ഉപ്പെന്ന് പറഞ്ഞ സാധനം സൂപ്പർ നാച്ചുറൽ എവൽസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം ആണെന്ന് ഒരു പറച്ചിലുണ്ട്. ഈ സൂപ്പർ നാച്ചുറൽ എന്ന് പറയുന്ന സീരീസ് ഉണ്ട്, അത് കണ്ടിട്ടുള്ളവർക്ക് ചിലപ്പോൾ കാര്യം മനസ്സിലാവും. അടുത്തതായിട്ട് പറയുന്നത് ഷൈൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ് മരിക്കുന്നത്? കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അത് ക്യാൻസർ വന്നിട്ട് തന്നെയാണ് ഷൈൻ്റെ ക്യാരക്ടർ മരിച്ചത്. പിന്നെ കനി അവസാനം എന്തിനായിരിക്കും വന്നത്? റോഹനെ ഉപദ്രവിക്കാൻ വേണ്ടിയാണോ? അല്ല, അങ്ങനെ ആയിരുന്നെങ്കിൽ ഇതിനു മുമ്പ് തന്നെ കനിക്കത് ആകായിരുന്നു. ഇത് സെക്കൻഡ് പാർട്ടിലേക്കുള്ളൊരു ലീഡ് പോലെ ഇട്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ ചെയ്ത വീഡിയോയിൽ കുറേ പേര് ഈ ഒരു പടം ഇഷ്ടപ്പെട്ടില്ല, 5 പൈസക്കില്ല എന്നൊക്കെ കമൻറ്റ് പറയുന്നുണ്ടായിരുന്നു. അത് അവരുടെ അഭിപ്രായമാണ്. ബട്ട് എനിക്ക് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നിയത്. തിയേറ്റർ എക്സ്പീരിയൻസ്, കഥയോ കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. തിയേറ്റർ എക്സ്പീരിയൻസ് നന്നായിരുന്നു. പ്രേതങ്ങളെയൊക്കെ ഒരു വ്യത്യസ്ത രീതിയിലാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രേതങ്ങൾക്ക് വലിയ പവറോ കാര്യങ്ങളോ ഉള്ളതായിട്ടൊന്നും കാണിക്കുന്നില്ല. മലയാള സിനിമയിൽ ഇതുവരെ കണ്ട ഒരു പ്രേതപ്പടങ്ങളിൽ നിന്ന് ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ. ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.